ഹലോ വെൽക്കം ബാക്ക്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കുറുക്കിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു മീൻകറിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ സാധാരണ മീൻകറി വെക്കുന്ന പോലെ അല്ല കേട്ടോ ഈ ഒരു മീൻകറി ചെയ്യുന്നത്. മസാലപ്പൊടികളെല്ലാം നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു മീൻകറി റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. ഇനിയിപ്പോൾ ഒരു പാത്രത്തിലേക്ക് ഒരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട്. ഇത് അത്യാവശ്യം സ്പൈസി ആയിട്ടുള്ള മീൻകറിയാണ് കേട്ടോ. പിന്നെ ഒരു 3/4 ടീസ്പൂൺ വരെ മല്ലിപ്പൊടിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇത്രയും പൊടികൾ മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു മീൻകറിയിലേക്ക് നമുക്ക് ആവശ്യം. ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനൊന്ന് നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഒരുപാട് ടൈമൊന്നും റോസ്റ്റ് ചെയ്യേണ്ട, ഒരു 2-3 മിനിറ്റ് റോസ്റ്റ് ആകുമ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരും. ആ ഒരു സമയം വരെ മാത്രം നമ്മൾ വഴറ്റി കൊടുത്താൽ മതി കേട്ടോ. പിന്നെ റോസ്റ്റ് ചെയ്തതിന് ശേഷം ചട്ടി നല്ല ചൂടിലായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ ഒരു മസാലപ്പൊടികൾ വേഗം ഒരു പാത്രത്തിലേക്ക് തന്നെ മാറ്റി കൊടുക്കാനും കൂടി ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കരിഞ്ഞ ടേസ്റ്റ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു പാകാവുന്നത് വരെ റോസ്റ്റാക്കി എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ ഈ ഒരു മീൻകറീൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഒരു മിക്സീൻ്റെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കുക. നമ്മൾ റോസ്റ്റ് ചെയ്ത മസാലപ്പൊടിയും കുറച്ചൊരു വെള്ളം കൂടെ ചേർത്തിട്ട് നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് നരച്ചെടുക്കുക. നമ്മൾ ഈ ഒരു 3 ടേബിൾ സ്പൂൺ മാത്രമേ തേങ്ങാപ്പീര ചേർക്കുന്നുള്ളൂ. അത് ചേർത്ത് കൊടുത്തത് കൊണ്ട് ഇതൊരു തേങ്ങ അരച്ച കറി പോലെ ഇരിക്കില്ല കേട്ടോ, മുളക് കറി പോലെ തന്നെയാണ് ഇരിക്കുക. അങ്ങനെ അത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊരു ചട്ടി വെച്ച് കൊടുക്കുക. ചൂട് കട്ടിയുള്ള ചട്ടിയാണ്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക. നമ്മളിത് ആ മീനൊക്കെ കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ചൂരമീൻ വെച്ചിട്ടാണ് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് മീൻ വെച്ചിട്ടും റെഡിയാക്കി എടുക്കുക. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു നുള്ളുലുവ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒപ്പം തന്നെ ഒരു 2-3 ചെറിയുള്ളി ചെറുതാക്കി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കുക. അതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നമ്മളൊന്ന് റോസ്റ്റാക്കി എടുക്കണം കേട്ടോ. നമ്മൾ നേരത്തെ തേങ്ങാപ്പീര ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ കറിക്ക് നല്ലൊരു തിക്നെസ് കിട്ടും കേട്ടോ. അതുപോലെ അത് തേങ്ങ അരച്ച കറിയാണെന്ന് നമുക്ക് ഫീൽ ചെയ്യേയില്ല, എന്നാലും നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. മുളക് കറിയുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് വരിക. അങ്ങനെ ആ ഒരു ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലോണം മൂത്ത് വന്നതിന് ശേഷം ഒരു അരക്കഷ്ണം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക കേട്ടോ. ചെറിയ തക്കാളി ആണെങ്കിൽ ഒന്നിട്ട് കൊടുക്കുക, വലുതാണെങ്കിൽ അരഭാഗം മാത്രം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുക്കാക്കി എടുക്കുക. ഇപ്പോൾ അത് തക്കാളിയൊക്കെ നല്ലപോലെ അലിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് നമ്മൾ നേരത്തെ അരച്ച് വെച്ച ആ ഒരു മിക്സ് ഉണ്ടല്ലോ, തേങ്ങൻ്റെയും മസാലപ്പൊടിൻ്റെയും, അത് ഇതിലേക്ക് അങ്ങ് മൊത്തത്തിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ മിക്സീൻ്റെ ജാറിലേക്ക് കുറച്ചൊരു 1 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ ഈ കറിയിൽ യൂസ് ചെയ്യുന്നത് കുടംപുളിയാണ് കേട്ടോ. അതൊരു അരമണിക്കൂർ മുമ്പ് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക. ഇപ്പം നമ്മുടെ കറി നല്ല തിക്കിലാണ് കേട്ടോ ഇരിക്കുന്നത്. പിന്നെ കറിയിലേക്ക് ഒരുപാട് വെള്ളം അങ്ങ് നമ്മൾ ഒഴിച്ചു കൊടുക്കരുത്. നമ്മുടെ കുറച്ചൊരു കുറുകിയ രീതിയിലാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ നമ്മുടെ കറീൻ്റെ ടേസ്റ്റ് തന്നെ അങ്ങ് മാറിപ്പോകും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ പുളിവെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സാക്കി നോക്കുന്നുണ്ട്. ഇതുപോലെ മിക്സാക്കി നോക്കിയതിന് ശേഷമാണ് കേട്ടോ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു 3-4 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് ഇളക്കി മിക്സാക്കി കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ആ മീനിൽ കുറച്ചൊരു വെള്ളത്തിൻ്റെ അളവുണ്ടാവുമല്ലോ, അതും കൂടി കറിയിലേക്ക് ഇറങ്ങും. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ ഇതുവരെ മീൻകറിയിലേക്ക് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അങ്ങ് അടച്ച് വെച്ചിട്ട് ഇതുപോലെ തിളച്ച് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ആക്കുക. ഒരു 5-6 മിനിറ്റ് കൊണ്ട് തന്നെ നല്ലപോലെ തിളച്ച് വരും കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് നമ്മൾ ഏത് മീനാണോ കറിക്ക് എടുക്കുന്നത് ആ മീൻ അങ്ങ് ഇട്ട് കൊടുക്കുക. നമുക്ക് അതിലേക്ക് വെച്ച് ചെയ്താൽ ഈ കറിക്ക് അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. മീൻ ഇട്ട് കൊടുത്ത പാട് നമുക്കൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. പിന്നെ തിളച്ച് വന്നതിന് ശേഷം സ്പൂൺ വെച്ചിട്ടൊന്നും ഇളക്കാൻ പാടില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ. ഇപ്പോൾ ഇതാ നമ്മുടെ മീൻകറിയൊക്കെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഒന്ന് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കുക. തിളച്ച് വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 15 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. ചൂരയൊക്കെ ആകുമ്പോൾ അത്യാവശ്യം വേവുള്ള മീനാണ്. മത്തി അയിലൊക്കെ ആകുമ്പോൾ അതിൻ്റെ വേവിനനുസരിച്ച് സിമ്മിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഇപ്പോൾ ഞാൻ കണ്ടില്ല, ഒരു ടവൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുന്നേ ഉള്ളൂ. ഇതുപോലെ അങ്ങ് ആയതിന് ശേഷം നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ മീനങ്ങ് വെന്ത് കിട്ടിയിട്ടുണ്ടാവും. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും അതുപോലെ ഒരു 2 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അടച്ച് വെക്കുക കേട്ടോ. മീൻകറി പിന്നെ നമ്മൾ ഒന്ന് തണുത്തതിന് ശേഷം എടുക്കണം, അപ്പോഴാണ് അതിൻ്റെ ആ ഒരു ടേസ്റ്റ്. ഇന്ന് വെച്ചിട്ട് നാളെ എടുക്കുകയാണെങ്കിലും അടിപൊളി തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നാൽ സെറ്റായിട്ട് അടിപൊളി ചൂരക്കറി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി മുളകിട്ട ചൂരക്കറിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ആക്കി നോക്കുക. എപ്പോഴും ഒരേ രീതിയിൽ ചെയ്യുന്ന രീതിയിൽ നിന്ന് കുറച്ചൊരു വ്യത്യസ്തമായിട്ട് നമ്മുടെ ഈ ഒരു മീൻകറി എല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ബൈ.